ഹലോ വൈസ് ഹലോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ പാൽ വേൾഡിൻ്റെ 19ാമത്തെ വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മറ്റവനെ പിടിച്ചായിരുന്നു. എന്തായിരുന്നു അവൻ്റെ പേര്? പെങ്ക്ലോപ്പ് പടം മരം വെട്ടുന്നുണ്ട്. അതേ നിൽക്കുന്നു, ഫുഡ് കഴിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് പിടിക്കാൻ പോകുന്നത് ആരെന്ന് വെച്ചാൽ ഇവനെയാണ്. ബീക്കണെയാണ് പിടിക്കാൻ പോകുന്നത്. ബീക്കൺ ലെവൽ 29 നമ്മൾ 22. ഓക്കെ, പോവാം. അവിടെ നിനക്ക് അവിടെ വരെ ഉള്ളല്ലോ, മറ്റോടത്ത് സീലും വിങ്ങഡ് ടയർ ഉണ്ടല്ലേ. ഇവിടെ പോയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, ഫസ്റ്റ് തന്നെ കമൻറ്റ് ചെയ്യുക അടുത്തത് എന്തിനൊക്കെ പിടിക്കും എന്നുള്ളത്. നമുക്ക് എല്ലാത്തിനും പിടിക്കാം, എല്ലാത്തിനും പിടിക്കും, ഒരു പ്രശ്നമില്ല. നമ്മളിന്നെ ലെവല് കൂടാത്തത് നമ്മളൊന്നും ബൂസ്റ്റ് ചെയ്യണ മറ്റു സംഭവം ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ കുറച്ച് മോഡ്സ് മാത്രമേ വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. എവിടേക്കായിരുന്നു കൊണ്ടിരുന്നത്? ആള് കൂടുന്തോറും ഡിലേ കൂടുന്തോറും ആണോ? ഞാൻ ഇവിടെ ചെക്കായി നിക്കുക. വന്നില്ല നല്ല നിക്കുന്ന. ശരി, നല്ല ടൈം എടുക്കുന്നുണ്ട്. ഓ അപ്പാ ഇവിടെ ഒരു ഇതുണ്ട്, ഫാസ്റ്റ് ട്രാവല്. എവിടെ എൻ്റെ അടുത്തോട്ടാ. ഇവിടെ കാണാനില്ലല്ലോ. എന്നെ കണ്ടിടെ. നേരത്തെ മരുടെ അടുത്ത സൈഡിൽ കൂടെ വാ. ഇവിടെ വരുന്നില്ല ആന. അവിടെ ഒരു 200 മീറ്ററിൽ ഒരെണ്ണം കാണിക്കണ്ട. അതാണ് അത് തന്നെ. ഡാമേജ് കാണിക്കുന്നത് എന്താ? എന്റെ ഡ്രസ് ഡാമേജ് ആയിണ്ടോ? ഔട്ട്ഫിറ്റ് വേണ്ട, എന്താ കലിപ്പൊന്നും. ഇവിടെ ഒരു മാമത്ത് ബോസ് ഇരിക്കുന്നില്ലേ. അതുണ്ടട്ടെ, നല്ല ഇടി കിട്ടും അതിൻ്റെ കേട്ടാ. ഈ ആനകളെല്ലാം ബോസാണ്. അല്ല, അത് ആൽഫ അങ്ങനെ എന്തുകൊണ്ട് പോകണം. ഇതെടുത്താ ഇതുണ്ടാ നിന്റെ? എനിക്കിട്ട് അടി കിട്ടുന്നുണ്ട്. അടി വാങ്ങുന്നത് ഞാൻ വെറുതെ നോയിച്ചു പറഞ്ഞതാ. പിന്നാലെ നടന്നടിക്കുന്നു ഇപ്പൊ. ഇനി ഇവിടെ 200 മീറ്ററിൽ ഒരെണ്ണം കൂടി കാണിക്കണ്ട. നമുക്ക് എടുത്തല്ല. അത് അടുത്തല്ലോ, അത് കുറച്ച് പോണം. ഇതിന്റെ അടിയിലാണെന്ന് തോന്നുന്നു കേട്ടാ. ഇവിടെ ഒരു കേവ് പോലെ. എത്ര എഴുത്തുണ്ടാവണോ? നല്ല എഴുത്തുണ്ടാവും തോന്നണം. അതാ ഒരു എഗ്. എവിടെ? അത് എഗ്ഗല്ലല്ലോ, ബോക്സ് അല്ലേ? ഓ, എഗ് കളക്ഷൻ. ഏതെഗ്ഗാ? ചെറിയ എഗ്. അതിന്റെ അകത്തുണ്ടവൻ. വേറൊരു കിളിയുടെ അതിനാണ് പിടിക്കാൻ വന്നത്. വിങ്സ് ഓഫ് തണ്ടറാ. അടി തുടങ്ങല്ലേ? തുടങ്ങി. എടാ, ഒന്നൊക്കെ വെച്ചിട്ട് കുറയുന്നു. പിന്നെ താഴോട്ടിറക്കണം. അവനെ അയച്ചു വിടട്ടെ, നല്ലത്. അടിക്കട കൊറേല്ല, ഒന്ന്. അയ്യോ എന്റെ പൊന്നോ, എന്റെ വാനകത്തിന്റെ ഉപ്പാടെ നിൽക്കുന്നവൻ. എടാ അവിടെ ഇവിടെ ഓർമ്മ. അത് ശ്രദ്ധിച്ചാ? കണ്ട് ഓറിന്റെ കൂമ്പാരം നമ്മളെ ബേസിന്റെ അടുത്താണ് കേട്ടോ, വലിയ ദൂരല്ല. ഇതൊക്കെ നമ്മളെ ബേസിൽ എത്തിക്കണം എങ്ങനെയും. ലൊക്കേഷൻ മാർക്ക് വെച്ചേക്ക്. പിന്നീട് അങ്ങനെ കൊണ്ടുപോയാണോ എവിടെയും സീഡി വെക്കാറുണ്ട്. ഓടിയോടാ 15 അമ്പാ കഴിഞ്ഞ നിന്റെ അമ്പ്. അതല്ലടാ, അമ്പിന്റെ ഡാമേജ് 15. എനിക്ക് 30 ഹെഡ് അടിക്കും. 47 41 24 ഉണ്ടല്ലോ. എന്റെ അമ്പ് വല്ല ഡാമേജ് ആയിട്ടുണ്ടാ? ബോഡി 13.
അയ്യോ ആർമറീസ് ഡാമേജ് ഒറ്റടിക്ക. ഒറ്റടിക്കാണല്ലടാ. ഓ മറ്റേ സാധനം അത് ഔട്ട്ഫിറ്റ്. കളക്ടഡാ അസറോബിനെ പണിയവൻ തുപ്പ്. അസറോബ് എടാ അവൻ വന്നടിക്കുന്നു. ഇവൻ ഇവൻ ഇവനെ അവനിപ്പോ തീർത്തോളാം. ഓക്കെ നൈറ്റ് ഇങ്ങനെ ഷോക്ക് അടിച്ചിരിക്കുന്നു. ഓ അത് ഡിലുള്ള നൈറ്റിങ്ങാ. ബോസല്ലേ അടിക്കട്ടെ. ഉപകാരം താട്ടെ. ഇവിടെ കൊടുന്ന് ചിക്കല്ലേ എനിക്കെന്തോ തന്നു. എന്തെങ്കിലും പരിപാടി ഉണ്ടോ? നമുക്ക് തിരിച്ചു വിളിച്ചാലേ കൈ വിട്ട് പോകും ചിലപ്പോ. അയ്യോ അത് കുടുങ്ങി. ആ വന്നു 40. ഒരു 5 ഷോട്ടും കൂടെ. 5 4 കൂടെ. അയ്യോ ഒച്ചൊന്നും ആവുന്നില്ല. നീ കൊറയാണ്ട് മോതിരട്ടില്ല. നീ മുതലിട്ടുണ്ട്. എടാ അടിക്കാം എന്റെ കഴിഞ്ഞ് ഒന്നായി അവനെ അടിക്കാ. ഓരോ അടിക്കും ഒരു ഇത് വെച്ചിട്ടാ പറഞ്ഞത്. അവിടെ അതും വെച്ചിട്ട് പൊട്ടി. ശരി ഇവൻ ലെവൽ 29 എന്നുള്ള ഞാൻ മറന്നുപോയി. ശരി കിട്ടുമായിരിക്കും. എടാ ചോപ്പ് വേണഞ്ഞിവന്. ആ അയ്യോ മഞ്ഞര കിട്ടി. 6 1 2 3 4 5. ഏതായാലും വന്നല്ലേ കുറച്ച് ഓറ് ഇട്ടിട്ട് പോലെ ഒരു മല നമുക്ക് വിളിക്കുന്ന. ഓറിനൊക്കെ നല്ല ആവശ്യം. സ്ഥലം ഉണ്ടോ കയ്യില്? എനിക്ക് 500 കിലോ ഫുള്ളായ. ഓ ബാറ്റ് വെച്ചടിച്ചാൽ മതി. പോവാം. അടുത്തുള്ളത് ഏതാ? എന്താ അത്? മറ്റേ പാൽമെന്റ് അല്ലേ? ഓ പാൽ സൗള്. ആ റൗണ്ട് സാധനല്ലേ? ഈ ഗുഹയിലിപ്പം ബോസ് ഉണ്ടാവില്ലേ? ഇനി ഗുഹയില് പോണപ്പോ എടാ പരുന്തിനാണോ നിനക്ക്? ഇവിടെ 2 3 പരുന്ത് ഇവിടെ. ആ വേണോ? ഓക്കെ സീനായി ഹീറ്റുള്ള സ്ഥലത്തോട്ട് പോകാൻ പറ്റില്ല. എടാ ഇവന്മാരെ പിടിച്ച് കൊണ്ടുപോയാലോ? വേണ്ട അമ്മാരെ വലിയ വേറൊന്നുമില്ലടാ. വെടി വെക്കാൻ തന്നെ ഉള്ളു.
ഓ നീ ജസ്റ്റ് ഇറങ്ങിയൊക്കെ നിന്റെ സാധനം അറ്റാക്കിങ് തുടങ്ങി. അവൻ ഭയങ്കര അഗ്രസീവ് ആയിട്ടാ. എന്തൊരു കാണിക്കുന്നു. ഓ അതിന് മുകളിലൊക്കെ കയറുന്നിട്ട് തിന്നുന്നവൻ. പണിക്കാരനവിടെ. ഓ ഇവനെ ഒരു കാര്യം ചെയ്യും. ഇവന്റെ എന്ത് സൈഡിലാണോ ഞാൻ പറക്കാനും ഉപയോഗിച്ചല്ലേ. ഞാൻ അപ്പം നിർത്തിട്ട് പോയടാ, ഇതുവരെ ഇവിടെ ഇളക്കിയിട്ടില്ല. ഏതോർക്കെ ഇങ്ങോട്ടിന്റെ ഊതണ കുറുക്കനെ. ഓ അവൻ റെസ്പോൺസിബിൾ ആയി ചേട്ടാ. സാധനത്തിന്റെ പേരെന്തായിരുന്നു? ഗാലഗ്ലോസ് ക്ലൗഡ്. നല്ല കുട്ടിയായത്. അതെ. ഓ ബീക്കൺ സാഡിൽ കിട്ടണമെങ്കിൽ ലെവൽ 34 ആവണം. ടൈം എടുക്കും. മനോരം തന്നെ മതി അതുവരെ. ഇവൻ കറണ്ട് ഉണ്ടാക്കും, ലോഡ് എടുക്കുന്നോണ്. ജസ്റ്റ് ഒന്ന് പറത്തി കാണിച്ചുതരാം. ഹാർവെസ്റ്റിംഗ് അവൻ പോണ് ഹാർവെസ്റ്റിംഗ്. അവനത് ഹാർവെസ്റ്റ് ചെയ്യുന്നു. ഫ്ലവർ എന്താ ചെയ്യണം? എന്തേലൊക്കെ പണിയെടുക്കുന്നുണ്ടോ? അപ്പൊ ശരി ഗൈസ്, അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവരും ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ മറ്റവനെ പിടിച്ചു. ആരായിരുന്നു പിടിച്ചേ? ബീക്കൺ. അങ്ങനെ ഇവിടുത്തെ ഏറെക്കുറെ എല്ലാം തീർന്നു കേട്ടോ. ഇനി ഇവിടെയാണ് ഉള്ളത് കളികൾ. നമുക്ക് അടുത്തത് ഒരെണ്ണത്തിനെ നോക്കി പിടിക്കാം, ചെറുത് നോക്കിയിട്ട്. അപ്പോൾ ബൈ ടാറ്റാ.